അടിയന്തരാവസ്ഥ ദിനാചരണത്തിന് പിന്നാലെ PKC ദിനാചരണത്തിലും മുതിർന്ന CPM നേതാവ് G. സുധാകരന് പാർട്ടിയുടെ അവഗണന. വലിയ ചുടുകാട്ടിലും CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും അടക്കം പാർട്ടി സംഘടിപ്പിക്കുന്ന 3 പരിപാടികളിലും സുധാകരന് ക്ഷണമില്ല. PK ചന്ദ്രാനന്ദനും ഒന്നിച്ച് 40 വർഷം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച നേതാവാണ് സുധാകരൻ. ജില്ലയിൽ നിന്നുള്ള മറ്റ് പ്രമുഖ CPM നേതാക്കൾക്കെല്ലാം പാർട്ടി വേദി ഒരുക്കിയിരിക്കെയാണ് സുധാകരനെ ഒഴിവാക്കിയത്. നാളെയാണ് PKC ദിനാചരണം. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, G. സുധാകരനെ വളരെ ബോധപൂർവം തന്നെ CPM അവഗണിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാകുകയല്ലേ ഇതും? തീർച്ചയായിട്ടും G. സുധാകരനോടുള്ള ഒരു വലിയ അവഗണനയായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം നാളെ CPM ആലപ്പുഴ കേന്ദ്രീകരിച്ച് തന്നെ 3 പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ രാവിലെ വലിയ ചുടുകാട് നടക്കുന്ന പരിപാടിയിൽ CS സുജാത ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി R. നാസറുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു തുടങ്ങി നിരവധി നേതാക്കൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുമ്പോൾ 40 വർഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ മാത്രം PK ചന്ദ്രാനന്ദനും ഒന്നിച്ച് പ്രവർത്തിച്ച G. സുധാകരനെ ഈ ചടങ്ങിലേക്ക് വിളിച്ചിട്ടേയില്ല. ഇതിൽ ഒരു തരത്തിലുള്ള സാന്നിധ്യവും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഉച്ചയ്ക്ക് 2 മണിക്ക് PKC ദിനത്തിന്റെ ഭാഗമായി അധികാര വികേന്ദ്രീകരണം, പ്രസക്തിയും പ്രയോഗവും എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം സംഘടിപ്പിക്കുന്ന പരിപാടി. ഇതിലേക്ക് AM ആരിഫ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. R. നാസറുണ്ട്, K. പ്രസാദ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമ്പോൾ അതിലേക്കും G. സുധാകരനെ വിളിച്ചിട്ടില്ല. 3ാമത്തെ പരിപാടി CPM PKC ബ്രാഞ്ചിന്റെയും അതോടൊപ്പം തന്നെ H. സലാം നേതൃത്വം നൽകുന്ന ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും മറ്റും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതും CPM പരിപാടി തന്നെയാണ്. അതിലേക്കും G. സുധാകരനെ വിളിക്കാതെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ബോധപൂർവം G. സുധാകരനെ പാർട്ടി പരിപാടികളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമായി ഇത് മാറുകയുമാണ് രോഹിണി. ശരി.